ഹായ് ഓൾ, ഷുവാത്തിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പേഴ്സണൽ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ പേഴ്സണലി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മണി മാനിഫെസ്റ്റേഷൻ അല്ലേ? ആം എ മണി മാഗ്നറ്റ്. നമ്മളെപ്പോഴും മണി മാനിഫെസ്റ്റ് ചെയ്യും അല്ലേ? അതിന് പല പല ടെക്നിക്സും ഉപയോഗിക്കും. എന്നാൽ മണി അത് ക്യാഷ് മാത്രമല്ല കേട്ടോ. പ്രോസ്പെരിറ്റി ഒരു സ്പിരിച്വൽ എനർജിയാണ്. നമ്മൾ സ്വയം നമ്മുടെ എനർജിയെയും സെൽഫ് വാല്യൂവിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് മണി മാനിഫെസ്റ്റേഷൻ. അല്ലെങ്കിൽ നമ്മൾ അബൻഡൻസിന് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത് ഒരു സ്പിരിച്വൽ പ്രോസസ്സാണ് മണി എന്ന് പറയുമ്പോൾ. മണി എന്നാൽ സർവ്വ ഐശ്വര്യത്തെയും അട്രാക്റ്റ് ചെയ്യുക എന്നാണ് അർത്ഥം മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിലെ സ്പിരിച്വൽ ബ്ലോക്ക്സ് നീക്കുക ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ടാണ് പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടും പലർക്കും സക്സസ് ആയില്ല എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ പല പല ബ്ലോക്ക്സ് ഉണ്ടാവും, നമുക്കുള്ളിൽ പല ഫിയേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ തന്നെ ഐ എം നോട്ട് വേർതി ഓഫ് മണി എന്നുള്ളൊരു തോട്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് മുതലേ ചിലപ്പം ക്യാഷ് എന്ന് പറയുന്നൊരു സംഭവം അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഇതിലേക്കൊന്നും ഒരു ഫോക്കസ് കൊടുക്കാത്തൊരു ഫാമിലിയിൽ വളർന്നു വന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവർ അഡൽട്ടിലേക്ക് വരുമ്പോൾ മണി അല്ലെങ്കിൽ ക്യാഷ് പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയുമ്പം അതിനെക്കുറിച്ചൊരു നെഗറ്റീവ് ധാരണകൾ മൈൻഡിലുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ബ്ലോക്ക്സ് ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ ആദ്യം റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവ് സെൽഫ് ടോക്കാണ്. ക്യാഷിനെ കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള മോശമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ സ്പിരിച്വലി ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ആവശ്യമില്ല, അല്ലെങ്കിൽ അതൊക്കെ മോശം കാര്യങ്ങളാണ്, അങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാവും. അപ്പോൾ അതും നമ്മുടെ ആ ഒരു ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു ക്യാഷ് അല്ലെങ്കിൽ മണി എന്ന് പറയുമ്പോൾ ഇതൊരു യൂണിവേഴ്സൽ പവറാണെന്ന് മനസ്സിലാക്കാം. സ്പിരിച്വൽ എനർജിയുടെ ഒരു ഫ്ലോ ആണ് ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ നമ്മളാദ്യം ഒരു സ്വയം മാഗ്നറ്റായിട്ട് മാറണം. മണി മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ അലൈനായിട്ട് വരിക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ഒരു ഫ്രീക്വൻസിക്ക് ഓക്കെ ആയിട്ട് നമ്മളെ ട്യൂൺ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഹെൽത്ത്, വെൽത്ത്, ലവ് എല്ലാം നമ്മളിലേക്ക് സ്വയം വരും. അപ്പോൾ അതിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ബ്ലോക്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബ്ലോക്കാണിക്കും ചിലപ്പോൾ നമ്മളെ ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഒക്കെ നമുക്കുള്ളിൽ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് സംഭവിക്കും. അപ്പോൾ ഫിയർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്ന് മാറ്റി നിർത്തും. അപ്പോൾ നമ്മൾ എത്ര മാനിഫെസ്റ്റ് ചെയ്താലും അത് വർക്കാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളിലൊരു ഫിയർ ഉണ്ടാവും, ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ സംഭവിക്കാം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അല്ല, പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതും നമുക്ക് മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. ഓക്കെ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവനവൻ്റെ ആ ഫ്രീക്വൻസി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. സ്വയം ഒരു ഹൈ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുക. പിന്നെ ഒരു മാഗ്നറ്റായിട്ട് മാറാം നമ്മൾ. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് ആവുന്നതോടുകൂടി നമ്മൾ ക്യാഷിനെ അട്രാക്റ്റ് ചെയ്യും, താനേ വരും ക്യാഷ്. ഓക്കെ. അപ്പോൾ ചില ആൾക്കാരൊക്കെ അമ്പലത്തിൽ പോയിട്ട് അല്ലെങ്കിൽ ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കടം മാറ്റി തരണേ, എൻ്റെ ദാരിദ്ര്യം മാറ്റണേ, എൻ്റെ രോഗങ്ങൾ മാറ്റണേ എന്ന് പറയുന്ന നെഗറ്റീവ് സെൽഫ് ടോക്ക് വരുന്നുണ്ട് അവിടെ. നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന എന്താ രോഗങ്ങളും കടവും ദാരിദ്ര്യവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാരൊക്കെ കമൻ്റ് ഇടുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പണയം വെച്ച സ്വർണ്ണം എടുക്കണം. അപ്പോൾ നമ്മൾ പിന്നെയും നെഗറ്റീവാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ലക്ഷ്മി ദേവിനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പം ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ എന്താ, ഗോഡസ് ഓഫ് പ്രോസ്പെരിറ്റിയാണ്, ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. അപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി പറയുന്ന സമയത്ത് വെൽത്ത്, ഹെൽത്ത്, ബ്യൂട്ടി ഇതൊക്കെയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ. സ്പിരിച്വലി പറയുമ്പോൾ എന്താ, യോഗിക് പവർ. മെൻ്റലി പറയുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്ട്രെങ്ത്, ഹാർമണി, പീസ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമുക്കുള്ളിലെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പല കാര്യങ്ങളും വരുള്ളൂ. ഓക്കെ. അപ്പോൾ മെൻ്റലി കൂടി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. മെൻ്റൽ പീസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. മെൻ്റൽ പീസിന് മണിയുടെ കാര്യത്തിൽ ഒരുപാട് സ്ഥാനമുണ്ട് അല്ലെങ്കിൽ ബന്ധമുണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കി കാണും അല്ലേ? അപ്പോൾ അവനവൻ്റെ ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രോസ്പെരിറ്റി താനേ വരും. ഓക്കെ. അപ്പം സക്സസ്, മണി, ഹാപ്പിനെസ് ഇതൊക്കെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യേണ്ടത്. സക്സസ്, മണി, ഹാപ്പിനെസ് കംസ് ഈസിലി ടു മൈ ലൈഫ് എന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ടു മീ എന്ന് ചിന്തിക്കുക. പ്രോസ്പെരിറ്റി തനിയെ ഉണ്ടാവും. ഓക്കെ. താങ്ക് യു.